എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കലൂടി സ്വാഗതം. ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത് എനിക്ക് രണ്ട് കാര്യങ്ങളെ കുറിച്ച് പറയാൻ വേണ്ടിയാണ്. ഒന്ന് വൺ പീസ് സീസൺ 2 കുറിച്ചും, പിന്നെ എൻ്റെ യൂട്യൂബ് ചാനൽ പൂട്ടിപ്പോകാനുള്ള ഒരിക്കലും വേറെ യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു, അത് പൂട്ടിപ്പോകാനുള്ള കാരണം ANI കുറിച്ചൊരു പറയാൻ വേണ്ടിയിട്ടാണ്. ANIയും യൂട്യൂബേഴ്സും തമ്മിലുള്ള പ്രശ്നം പറയാൻ വേണ്ടിയിട്ടാണ്. 3 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, വൺ പീസ് സീസൺ 2 വരാൻ പോണേന്. സീസൺ 1 കാണാത്തവരെ നെറ്റ്ഫ്ലിക്സ് എടുത്ത് കാണുക. വൺ പീസ് ഒന്നും ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾ വൺ പീസ് എപ്പിസോഡ് 1 തൊട്ട് കാണാൻ ശ്രമിക്കുക. 1000-ൽ കൂടുതൽ എപ്പിസോഡുള്ളൊരു അനിമേഷൻ സീരീസാണ് വൺ പീസ്. 1999 തൊട്ട് ഇറങ്ങുന്നതാണ്. അതിന്റെ മാങ്ക 1997 തൊട്ട് ഇച്ചിരിയോ ഓടെ എഴുതുന്നുണ്ട്. ഞാൻ പറയുമ്പോൾ എന്തെങ്കിലും പറ്റി പോകണേണ്. ജാപ്പനീസ് വേർഡുകൾ അത് കാഞ്ചിയിൽ പറയുമ്പോൾ അത് പല രീതിയിലും പ്രൊനൗൺസ് ചെയ്യാൻ പറ്റും. ഞാൻ ഈ ചിയോ ഓട എന്ന് പറയുന്നത് അവിടെ അവർക്ക് ചിലപ്പോൾ മനസ്സിലാവുമായിരിക്കും, നിങ്ങളത് തെറ്റായിട്ടായിരിക്കും കേൾക്കുന്നത്. അത് ഒരു സാധനം പ്രൊനൗൺസ് ചെയ്യുമ്പോൾ അവിടെ ഒരു പേര് തന്നെ പല രീതിയിലും ജാപ്പനീസിൽ പ്രൊനൗൺസ് ചെയ്യാം. അത് ഞാൻ പല സീരീസുകൾ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായതാണ്. നിങ്ങളും ജാപ്പനീസ് സീരീസുകൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. വൺ പീസ് ആദ്യം ജാപ്പനീസിൽ കണ്ടു നോക്കുക, എന്നിട്ട് മനസ്സിലായില്ലെങ്കിൽ മാത്രം ഇംഗ്ലീഷുള്ള ഡബ് ചെയ്തിട്ടുള്ള സീരീസ് കാണാൻ ശ്രമിക്കുക. ഇനി പറയാനുള്ളത് വൺ പീസിന്റെ മാങ്കയെ കുറിച്ചാണ്. 1000-ൽ കൂടുതൽ മാങ്ക ചാപ്റ്റേഴ്സും ഉണ്ട് വൺ പീസിന്. അത് ഓരോരോ ചാപ്റ്ററായിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് നെറ്റിൽ ഫ്രീ ആയിട്ട് കിട്ടുന്ന അവൈലബിൾ ആയിട്ടുള്ള ഇതുമുണ്ട്. അല്ലാതെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. അത് ഇങ്ങനെ ഷോണൻ മാങ്ക എന്ന് പറയും, ജംപ് ഫെസ്റ്റ്. അങ്ങനെ ഓരോ വീക്കിലി ആയിട്ട് ഇങ്ങനെ വീക്കിലി ആയിട്ട് ഇറക്കുന്ന സാധനങ്ങളൊക്കെ കൂടി ചേർത്തിട്ട് ഒരു മന്ത്ലി ആയിട്ട് ചിലപ്പോൾ ഇറക്കുന്ന ഒരു സമ്പ്രദായം. അവിടെ ഓരോ ഇതിലും പല രീതിയിലും മാങ്ക ഇറക്കുന്ന ഒരു സമ്പ്രദായമുള്ള ഒരു സ്ഥലമാണ്. മാങ്കക്കാരെന്നൊക്കെ പറയും ഈ മാങ്ക എഴുതുന്ന ആളുകൾ. അങ്ങനെ പലതരത്തിലുള്ള പരിപാടികളുള്ള ഒരു സ്ഥലമാണ് ജപ്പാൻ. അത് നിങ്ങൾ കൂടുതലായിട്ട് നെറ്റിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് കിട്ടും. ഇനി നമ്മളിവിടെ അമർ ചിത്രകഥ എന്ന് പറയുന്ന പോലെയാണ് അവിടുത്തെ മാങ്ക എന്ന് പറയുന്നത്. നമ്മളിവിടെ ചിത്രകഥകൾ നമ്മൾ ചെറുതിലെ ബാലരമ, കളിക്കുടുക്ക, ബാലഭൂമിയൊക്കെയാണ് നിങ്ങൾ വായിച്ചിട്ടുള്ളത്. പക്ഷെ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാങ്കയാണ്, എല്ലാത്തിനും മാങ്കയാണ് ജപ്പാനിൽ. എഴുതി നമ്മളിങ്ങനെ ഡയലോഗ് കൊടുക്കുന്നതിന് ഇങ്ങനെ മോളിൽ ഇങ്ങനെ വട്ടൗട്ടിട്ടൊക്കെ ഇങ്ങനെ വട്ടൗട്ട് ഇങ്ങനെ ചെറിയ ശബ്ദങ്ങളെ കൊടുത്താൽ ബും 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 ഇങ്ങനെ ശബ്ദങ്ങൾ വരെ ഇങ്ങനെ ചില എക്സ്ക്ലമേഷനും ഇതൊക്കെ കൊടുത്തിട്ട് അവിടെ ഇങ്ങനെ ശബ്ദത്തിന്റെ ഇങ്ങനെ ഓരോ ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവും ഇങ്ങനെ മാങ്കിയിൽ ചെയ്യുമ്പോൾ. അത് പിന്നെ ആ മാങ്കി എടുത്ത് ഓരോ അനിമേഷൻ കമ്പനികളും അത് അനിമേഷനായിട്ട് ഇറക്കുമ്പോൾ അത് അനിമയാവും. അത് പിന്നെ ആളുകൾ കാണും. അതിന്റെ പല അനിമേഷനും ഫ്രീ ആയിട്ട് നമുക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അനിമേഷൻ കാണാൻ പറ്റും. അനിമേസ് ഇതിപ്പോ ഞാൻ പറഞ്ഞു വന്ന കാര്യത്തിൽ നിന്ന് കുറച്ച് മാറിപ്പോയി. എനിക്ക് കോപ്പിറൈറ്റ് കിട്ടിയത് എങ്ങനെയാണെന്ന് പറയാം. ഞാൻ വൺ പീസിന്റെ ചാപ്റ്റേഴ്സ് എടുത്ത് ഞാൻ വീഡിയോസ് ആയിട്ട് ഇറക്കാൻ തുടങ്ങി. ഓരോ ചാപ്റ്ററും ഷോർട്ട് വീഡിയോ ആയിട്ട് ഇറക്കിയിട്ട് അതിന്റെ അടിയിൽ ഇങ്ങനെ അതിന്റെ കഥ പറയുന്നതായിട്ടൊരു ഓഡിയോ കൊടുത്തത് ഞാൻ ഇംഗ്ലീഷിൽ അത് ഇങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ ഒരു എഡിറ്റ് ചെയ്യുന്നൊരു ആപ്പുകളൊക്കെ ഉണ്ട്. ആ ആപ്പുകളിൽ ഇംഗ്ലീഷ് ചെയ്യാൻ ബുദ്ധിമുട്ടില്ല. ഞാനിപ്പോൾ മലയാളം ചെയ്യാൻ കുറച്ച് പണിയാണ്. പക്ഷെ ഇംഗ്ലീഷിന്റെ സാധനങ്ങൾ സാഹിബന്മാർ ചെയ്തു വെച്ചേക്കുന്നതുകൊണ്ട് നമുക്കത് അതേപടി അങ്ങനെ എടുത്ത് നമുക്ക് ചെയ്യാനൊക്കെ പറ്റും. ഞാനങ്ങനെ ചെയ്ത് ഓരോ ചാപ്റ്ററായ വയസ്സായിട്ട് എഴുതി ചെയ്ത് വന്നപ്പോൾ ഒന്നാമത്തെ ചാപ്റ്റർ കഴിഞ്ഞ് ഒരു 4-5 ചാപ്റ്റർ, ഒരു 6ാമത്തെ ചാപ്റ്റർ ഒക്കെ കഴിഞ്ഞപ്പോൾ തന്നെ 10-12,000 വ്യൂസ് ഒക്കെ കിട്ടാൻ തുടങ്ങി വീഡിയോസിന്. 25,000 വ്യൂസ്, സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം കൂടി, 500 സബ്സ്ക്രൈബേഴ്സിന് അടുത്തെത്താറായി. വീഡിയോസൊക്കെ ആളുകൾ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ വീഡിയോ ഞാൻ കുളത്തി പിടിച്ച സമയത്ത് ഇതിന്റെ കമ്പനിയുണ്ട്, ഈ വൺ പീസിന്റെ മാങ്കയും ഇതൊക്കെ പ്രൊഡക്ഷൻ ചെയ്യുന്ന ഒരു കമ്പനിയുണ്ട്. ആ കമ്പനിയെ കുറിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റിപ്പോകും. അതുകൊണ്ട് ഞാൻ വിക്കിപീഡിയയിലെ ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. ജപ്പാനിലെ ടോക്കിയോയിലെ ചിയോഡ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു ജാപ്പനീസ് പ്രസിദ്ധീകരണ കമ്പനിയാണ് ഷുയിഷ ഇങ്ക്. ജപ്പാനിലെ ഏറ്റവും വലിയ പ്രസിദ്ധീകരണ കമ്പനിയാണ് ഷുയിഷ. ജാപ്പനീസ് പ്രസാധകരായ ഷോഗാബുഗന്റെ വിനോദ സംബന്ധിയായ പ്രസിദ്ധീകരണ വിഭാഗമായി ഇത് 1925-ൽ സ്ഥാപിതമായി. അടുത്ത വർഷം ഷുയിഷ ഒരു പ്രത്യേക സ്വതന്ത്ര കമ്പനിയായി മാറി. വിക്കിപീഡിയ ഇതിപ്പോ നിങ്ങൾ കേട്ട പോലെ ഈ ഷുയിഷ എന്ന് പറഞ്ഞൊരു കമ്പനിയാണിത് പ്രൊഡക്ഷൻ ചെയ്യുന്നത്.
ഈ കമ്പനിക്ക് മാത്രമേ ഈ മാങ്ക എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാനുള്ള അധികാരമുള്ളൂ. നമ്മളിപ്പോ നാളെ ഒരു സുപ്രഭാതത്തിൽ ഇവര് പറയണെങ്കിൽ നിങ്ങൾ ഈ അനിമേഷൻ നിർത്തണം, ഇങ്ങനെ നമ്മൾ ഈ ആഴ്ചയിലൊക്കെ വൺ പീസ് ഇറങ്ങുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ മാസത്തില് അല്ലെങ്കിൽ ചില സമയത്തൊക്കെ ഗ്യാപ്പ് വരാറുണ്ട്, അല്ലെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വീക്കിലി ഇറക്കാറുണ്ട്. ഇപ്പൊ ഈ കമ്പനി പറയുകയാണ് നിങ്ങളിത് ഈ അനിമേഷൻ നിങ്ങൾ ഇറക്കാൻ പാടില്ല, വൺ പീസിന്റെ ഈ അനിമേഷൻ നിങ്ങൾ ഇറക്കാൻ പാടില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറക്കാൻ പാടില്ല. അപ്പൊ ഈ കമ്പനിക്ക് അവിടെ ഹോൾഡ് ഉണ്ട്. ഞാനിങ്ങനെ വീഡിയോസ് ഇറക്കി വീഡിയോസ് ഇങ്ങനെ കയറി വ്യൂസ് 12,000 25,000 ഇങ്ങനെ വ്യൂസ് കയറി വന്നപ്പോ ഇവരുടെ സെക്യൂരിറ്റി കമ്പനീസ് ഇങ്ങനെ സെർച്ച് എഞ്ചിന് ഇവരെ സെർച്ച് ചെയ്ത് ഇവരുടെ കണ്ടന്റ് ഇവരുടെ പെർമിഷൻ ഇല്ലാണ്ട് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുന്ന ഇവരോട് സബ് കോൺട്രാക്ട് ചെയ്തിട്ടൊരു കമ്പനി ഉണ്ട്. ആ കമ്പനി എന്റെ വീഡിയോ ഇങ്ങനെ സെർച്ച് ചെയ്ത് എന്നെ പിടിച്ചു. അപ്പൊ എന്റെ ചാനൽ അവര് പൂട്ടിച്ചളഞ്ഞു. ചാപ്റ്റർ 1 സ്ട്രൈക്ക് 1, ചാപ്റ്റർ 2 സ്ട്രൈക്ക് 2, ചാപ്റ്റർ 3 സ്ട്രൈക്ക്, അങ്ങനെ 3 സ്ട്രൈക്ക് ഒന്നിച്ച് ഒറ്റയടിക്കായപ്പോ ചാനൽ പൂട്ടി. ഞാനൊരു ചെയ്തതൊരു തെറ്റാണ്. ഞാൻ അങ്ങനെ വീഡിയോസ് ചെയ്യാൻ പാടില്ലായിരുന്നു. വേറൊരാളുടെ മാങ്കയും അതുപോലുള്ള കണ്ടന്റ് എടുത്ത് ചെയ്യുമ്പോൾ ഒന്നിനെ അയാളുടെ പെർമിഷൻ എടുത്തിട്ട് വേണം നമ്മൾ ചെയ്യാൻ. ഞാൻ ആ പെർമിഷൻ എടുക്കാത്തതുകൊണ്ടാണ് എനിക്ക് ആ സ്ട്രൈക്ക് കിട്ടിയത്. എനിക്ക് സ്ട്രൈക്ക് കിട്ടേണ്ടതാണ്, അത് കിട്ടി. എന്റെ ചാനൽ പൂട്ടിപ്പോയി. ഞാൻ അവരോട് യൂട്യൂബിനോട് ബെഗ് ചെയ്തു, ഞാൻ എന്റെ ഇതൊന്ന് റിമൂവ് ചെയ്യണം, സ്ട്രൈക്ക് റിമൂവ് ചെയ്തിട്ട് വൺ പീസിന്റെ വീഡിയോസ് എല്ലാം റിമൂവ് ചെയ്തിട്ട് എനിക്ക് എന്റെ ചാനൽ മാത്രം കിട്ടിയാൽ മതി എന്ന് ഞാൻ യൂട്യൂബിനോട് പറഞ്ഞു. പക്ഷെ യൂട്യൂബിന് അതിനൊന്നും ചെയ്യാൻ പറ്റില്ല. അവര് ലോജിക്കലായിട്ടും ലോ പ്രകാരവും ചെയ്തൊരു കാര്യമാണ്. നമ്മളിപ്പോ കൊക്കക്കോള നമ്മൾ മേടിച്ച് കുടിക്കുന്നുണ്ട്. അപ്പോൾ കൊക്കക്കോള നമ്മൾ സുപ്രഭാതത്തിൽ കൊക്കക്കോളയുടെ കണ്ടന്റൊക്കെ നമ്മൾ റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചിട്ട് നമ്മൾ കൊക്കക്കോള പ്രൊഡക്ഷൻ ഇവിടെ ഇന്ത്യയിൽ ചെയ്യുകയാണെങ്കിൽ ഒരു തെണ്ടിത്തരമാണ് അത് ചെയ്യുന്നത്. അതൊരു അമേരിക്കയിലെ ഉള്ളൊരു കമ്പനി അത് പ്രൊഡ്യൂസ് ചെയ്ത് അവിടെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ നമ്മൾ നമ്മളുടേതായിട്ടുള്ള ഒരു സാധനം ഉണ്ടാക്കി പ്രൊഡക്ഷൻ ചെയ്യുന്നതിന് കുഴപ്പമില്ല. നമ്മൾ വേറൊരാളുടെ നിന്ന് എടുത്ത് അത് നമ്മൾ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരിച്ചിരിക്കണം മനസ്സിൽ. നമുക്ക് സ്ട്രൈക്ക് ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ കിട്ടാതിരിക്കും. അപ്പോൾ ഞാൻ ചെയ്തെന്ന് പറഞ്ഞാൽ ഞാൻ ഭൂരിഭാഗം എൻ്റെ ഒരു 95% കണ്ടന്റും പുറത്തുനിന്നുള്ള ഒരാളുടെ നിന്ന് എടുത്ത് ചെയ്തുകൊണ്ടാണ് എനിക്ക് സ്ട്രൈക്ക് കൂടുതൽ കിട്ടാൻ പെർസെൻറ്റേജ് കൂടിയിരുന്നത്. എനിക്ക് സ്ട്രൈക്ക് കിട്ടി, അങ്ങനെ ചാനൽ പൂട്ടി. ഇനി ഞാൻ പറയാൻ പോകുന്നത് ANA കുറിച്ചാണ്. ANAയും യൂട്യൂബേഴ്സും തമ്മിൽ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടൊരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ANA എന്ന് പറഞ്ഞൊരു ന്യൂസ് ചാനലാണ്. ANAയുടെ ചെറിയ ബിറ്റുകൾ ഉണ്ടാവും. 5 സെക്കൻഡ് 10 സെക്കൻഡ് ഒക്കെ ഉള്ളൊരു ബിറ്റുള്ള വീഡിയോ യൂട്യൂബേഴ്സ് അവരുടെ വീഡിയോസിന് ഉപയോഗിച്ചെന്ന് പറഞ്ഞിട്ട് ANAയുടെ ആളുകളെ ഈ യൂട്യൂബേഴ്സിനെ ഇങ്ങനെ പിടിച്ചിട്ട് അവരോട് ഇങ്ങനെ എനിക്ക് പൈസ വേണം, നിങ്ങൾ എൻ്റെ വീഡിയോ ഇങ്ങനെ ഉപയോഗിച്ചു, അതുകൊണ്ട് എനിക്കൊരു 50 ലക്ഷം രൂപ വേണം, എനിക്കൊരു 25 ലക്ഷം രൂപ വേണം, നിങ്ങൾ എൻ്റെ വീഡിയോ എൻ്റെ പെർമിഷൻ ഇല്ലാണ്ട് നിങ്ങൾ ഉപയോഗിച്ചെന്ന് പറഞ്ഞിട്ട് അവർ 50 ലക്ഷം 25 ലക്ഷം പൈസ കൊടുത്ത് ANAയുടെ കയ്യിൽ നിന്ന് യൂട്യൂബിൽ നിന്ന് സ്ട്രൈക്ക് കിട്ടാണ്ടിരിക്കാൻ പലരും പൈസ കൊടുത്ത് വീഡിയോസൊക്കെ സേവ് ചെയ്തിട്ടുള്ള ആളുകളുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഒരു വീഡിയോയിൽ സ്ട്രൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ 90 ദിവസമാണ് ഒരു സ്ട്രൈക്ക് ഇങ്ങനെ നിലനിൽക്കുന്നത്. ആ ദിവസത്തിനുള്ളിൽ പിന്നെ ഒരു സ്ട്രൈക്ക് കൂടി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പണിയാണ്. പിന്നെ ഒരു സ്ട്രൈക്ക് കൂടി കിട്ടിയാൽ ചാനൽ പൂട്ടിപ്പോവും. അങ്ങനെയാണ് എൻ്റെ ഒരു വിശ്വാസം. എനിക്ക് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്നതുകൊണ്ടാണ്. സ്ട്രൈക്ക് കിട്ടിയിട്ടുള്ളവർക്ക് വ്യത്യസ്തമായിട്ട് ആയിരിക്കും തോന്നിയത്. ഞാനത് എൻ്റെ റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ച കാര്യമാണ്. അത് ഇപ്പൊ എനിക്ക് മനസ്സിലായത് 90 ദിവസമാണ് ഒരു സ്ട്രൈക്ക് നിലനിൽക്കുന്ന മാക്സിമം ഡ്യൂറേഷൻ. അതിനുള്ളിൽ നിങ്ങൾ ആ വീഡിയോ റിമൂവ് ചെയ്താൽ മതി യൂട്യൂബിൽ നിന്ന്, പിന്നെ കുഴപ്പമില്ല. പക്ഷേ ഒന്നിൽ കൂടുതൽ വീഡിയോസ് ഉണ്ടെങ്കിൽ അത് പണി കിട്ടും, നിങ്ങളുടെ ചാനൽ പൂട്ടിപ്പോകും. അപ്പോൾ നിങ്ങൾ എപ്പോഴും വീഡിയോസ് എടുക്കുമ്പോൾ പരമാവധി ശ്രമിക്കുക നിങ്ങളുടെ തന്നെ കണ്ടന്റ് ആണെന്ന് ശ്രമിക്കുക. ഇവിടെ ANAയുടെ കാര്യം പറഞ്ഞപ്പോൾ അവര് 5 സെക്കൻഡ് അല്ലെങ്കിൽ 10 സെക്കൻഡ് യൂട്യൂബ് അലോ ചെയ്യുന്നുണ്ട്. നമുക്കിങ്ങനെ ഇത്ര സെക്കൻഡുകൾക്കുള്ളിലുള്ള വീഡിയോസ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്ത് ഇതിന്റെ കൂടെ നമ്മളുടെ വീഡിയോ എടുക്കുന്നതിന്റെ കൂടെ ചേർക്കാം എന്നുള്ളത്. അങ്ങനെ പല കണ്ടന്റ് ക്രിയേറ്റേഴ്സും അത് ചെയ്യുന്നുണ്ട്. ന്യൂസ് ചാനലുകളിൽ നിന്ന് നേരിട്ട് കട്ട് ചെയ്ത് ക്രോപ്പ് ചെയ്ത് അവരുടെ കണ്ടന്റിന്റെ കൂടെ അവർ എഡിറ്റ് ചെയ്ത് കയറ്റുന്നുണ്ട്. അതുകൊണ്ടുള്ളൊരു പ്രശ്നമൊന്നും വന്നിട്ടില്ല ഇതുവരെ. പക്ഷെ ഇവര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ANA എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ചെറിയ കണ്ടന്റുകളല്ല, അതായത് 5 സെക്കൻഡ് ഒരു
10 സെക്കൻഡ് 15 സെക്കൻഡ് ഒക്കെ ഉള്ള വീഡിയോസ് കട്ട് ചെയ്ത് കയറ്റിയിട്ടുള്ളവര് അവർക്കൊക്കെ സ്ട്രൈക്ക് മേടിച്ചു കൊടുക്കും എന്ന് പറഞ്ഞിട്ട് അവരെ ഭീഷണിപ്പെടുത്തുകയാണ്. ഞങ്ങൾക്ക് പൈസ തന്നെ, നിങ്ങൾ ഞങ്ങളുടെ 5 സെക്കൻഡുള്ള വീഡിയോ എടുത്തോ, ഞങ്ങളുടെ 10 സെക്കൻഡുള്ള വീഡിയോ എടുത്തോ, നിങ്ങൾ ഞങ്ങൾക്ക് പൈസ തന്നെ എന്ന് പറഞ്ഞിട്ട് അവരോട് പൈസ ചോദിക്കുകയാണ്. ഇങ്ങനെ പല യൂട്യൂബേഴ്സും പൈസ കൊടുത്തവരുമുണ്ട്, കൊടുക്കാത്തവരുമുണ്ട്. ഇപ്പോൾ പല യൂട്യൂബേഴ്സും അതിന് മുന്നോട്ട് വരികയാണ്. ഞങ്ങൾക്ക് ഇതുമായിട്ട് പ്രശ്നമുണ്ട്, ഞങ്ങൾ ഇതിനായിട്ട് മുന്നോട്ട് പോവുകയാണ്, നിയമ നടപടികളുമായിട്ട് ഞങ്ങൾ പോകുമെന്നൊക്കെ പറഞ്ഞപ്പോഴാണ് ANI പെട്ടുപോയിരിക്കുന്നത്. ANI പെട്ട് പോകണം. ന്യൂസ് ചാനലുകൾ സ്വതന്ത്രരായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. നോൺ ഗവൺമെന്റൽ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിലും നോൺ ഗവൺമെന്റ് ആണെങ്കിലും അവരെ ഒരു ഗവൺമെന്റിനെ തിരുത്താൻ കഴിവുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെന്ന് ഞാനിപ്പോഴും വിചാരിക്കുന്ന ഒരു ആളാണ്. ന്യൂസ് ചാനലുകൾക്കൊരു പവർ ഉണ്ട് ഇന്ത്യയിൽ. ഇപ്പോഴും സാധാരണക്കാരെ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ, പണി കഴിഞ്ഞ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ആദ്യം എന്തെങ്കിലും ലോജിക്കലായിട്ട് നമ്മൾ ആളുകൾ കാണുന്നത്, അതായത് സ്ത്രീകളെ ഒഴിച്ചു കഴിഞ്ഞ പുരുഷന്മാരെ ഭൂരിഭാഗം കാണുന്നത് ന്യൂസ് ചാനലുകളായിരിക്കും. അപ്പൊ ഈ ന്യൂസ് ചാനലുകള് നമ്മളിങ്ങനെ കോപ്പിറൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവരെ സ്വതന്ത്രരായിട്ട് പ്രവർത്തിക്കുന്ന കണ്ടന്റ് ക്രിയേറ്റേഴ്സിന്റെ കഴുത്തിന് കത്തിവെക്കുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് ശരിയാവില്ല. നിങ്ങൾ തന്നെ ആലോചിക്കണം. നിങ്ങൾ തന്നെ പല സ്ഥലത്തു നിന്നും അമേരിക്ക, കാനഡ, ഫ്രാൻസ്, ജപ്പാൻ അതുപോലെയുള്ള പല ലോകരാജ്യങ്ങളിലുള്ള വീഡിയോസും നിങ്ങൾ അവിടെ പോയി ഷൂട്ട് ചെയ്തെടുത്തിട്ടുള്ളതല്ല. അവിടത്തെ ഒന്നില്ലെങ്കിൽ ലോക്കലായിട്ടുള്ള ഒരു ആള്, മലയാളി അല്ലെങ്കിൽ അതുപോലെയുള്ള ആളുകളോ, പല ഹിന്ദിക്കാരോ, ബംഗാളി എന്നുള്ള ആളുകളോ അതുപോലെയുള്ള ആളുകളൊക്കെ അവിടെ ജോലിക്ക് പോകുമ്പോൾ അവരെടുത്ത വീഡിയോസോ അല്ലെങ്കിൽ അവിടുത്തെ ലോക്കൽ ന്യൂസ് ചാനലുകൾ ആയിട്ടുള്ള CNN അതുപോലെ BBC പോലുള്ള ന്യൂസ് ചാനലുകളുടെ ന്യൂസ് അതേപടി ക്രോപ്പ് ചെയ്ത് നിങ്ങളും അതുപോലെ അവരുടെ ഇതൊക്കെ എടുത്ത് വീഡിയോസ് ഒക്കെ എടുത്ത് നിങ്ങളും ചെയ്യുന്നുണ്ട്. ഇല്ലെന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾക്കും അതുപോലെ സ്ട്രൈക്ക് തന്നെ. യൂട്യൂബ് നിങ്ങൾ ചെയ്യുന്ന വീഡിയോസിന്റെ ഇടയിലൊക്കെ നിങ്ങൾ അവരുടെ വീഡിയോസിന്റെ കട്ട് ചെയ്ത് കയറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും അതും സ്ട്രൈക്ക് ചെയ്ത് തരേണ്ടതാണ്. നിങ്ങൾ ഇതുപോലെ നിങ്ങളുടെ ഇഷ്ടത്തിന് ഓരോരോ യൂട്യൂബേഴ്സിനെ ഇങ്ങനെ നിങ്ങളുടെ വീഡിയോസ് എടുത്ത് നിങ്ങളുടേതായിട്ടുള്ള അജണ്ട അവര് ചെയ്യുന്നില്ലെങ്കിൽ, അജണ്ടയിൽ പെട്ടിട്ടുള്ള കാര്യങ്ങൾ അവര് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ, നിങ്ങൾ അവർക്കെതിരെ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ വീഡിയോസ് ഉപയോഗിച്ചെന്ന് പറഞ്ഞാൽ നിങ്ങളിങ്ങനെ സ്ട്രൈക്ക് കൊടുക്കുകയാണ്. ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിയമമില്ലാത്ത സ്ഥലത്ത് ചെന്നിട്ട് നിയമം ഉണ്ടെന്ന് പറഞ്ഞ് ഒരാളെ കഴുത്തിന് പിടിച്ച് കൊല്ലുന്നതിന് സമമാണ് നിങ്ങൾ ചെയ്യുന്നത്. ഒരു നിയമമില്ലാത്തൊരു സ്ഥലം, ഒരു ഗ്രേ ഏരിയയാണ് ഇത് സ്ട്രൈക്ക് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എനിക്ക് സ്ട്രൈക്ക് കിട്ടി ലോക്കായി പോയതുകൊണ്ട് എനിക്ക് പരിചയമുള്ളത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. എനിക്ക് കൂടുതലായിട്ടും പറയാൻ അവകാശമുള്ള ആളാണ്. ഞാൻ ചെയ്തത് തെറ്റാണ് ഞാൻ സമ്മതിക്കുന്നുണ്ട്. അതുപോലെ ഇത് തെറ്റ് ചെയ്യാതെ 5 സെക്കൻഡ് 10 സെക്കൻഡ് 20 സെക്കൻഡ് ഒക്കെ വീഡിയോസ് എടുത്ത് കട്ട് ചെയ്ത് ക്രോപ്പ് ചെയ്ത് കയറ്റുന്നവര് തെറ്റൊന്നും ഞാൻ പറയാൻ പറ്റില്ല. അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അതിനിടയ്ക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിച്ചിരിക്കുമ്പോൾ അതിന്റെ കുറച്ചുകൂടി നോളജ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവര് നിങ്ങളുടെ വീഡിയോസ് ഇങ്ങനെ എടുത്ത് കട്ട് ചെയ്ത് ക്രോപ്പ് ചെയ്ത് കയറ്റുന്നത്. അപ്പോൾ നിങ്ങൾ ഇത്തിരി ക്ഷമിക്കണം. നിങ്ങളുടേതായിട്ട് നിങ്ങളുടെ ന്യൂസിന്റെ എന്തെങ്കിലും എടുത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക. അവരോടല്ലാതെ പൈസ ചോദിക്കുകയല്ല. 25, 50, 30, 75 ലക്ഷം പൈസയല്ല ചോദിക്കുന്നത്. നിങ്ങളുടേതായിട്ടുള്ള എന്തെങ്കിലും ന്യൂസിനെ കുറിച്ച് എന്തെങ്കിലും തെറ്റായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ റിപ്പോർട്ട് ചെയ്ത ന്യൂസിനെ കുറിച്ച് അവര് വളച്ചൊടിച്ചിട്ടുണ്ടോ, അതെന്തെങ്കിലും ന്യൂസ് കറക്റ്റായിട്ടാണോ റിപ്പോർട്ട് ചെയ്യാത്തത്, അതുപോലെ എന്തെങ്കിലും ആണെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. അല്ലാതെ നിങ്ങളുടേതായിട്ടുള്ള ന്യൂസ് അവർ കറക്റ്റായിട്ട് അവരുടേതായിട്ടൊരു ആ സിറ്റുവേഷൻ അനുസരിച്ച് അവർ ആ വീഡിയോയിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ നിങ്ങളിങ്ങനെ കഴുത്തിന് ചെന്ന് പിടിക്കാതിരിക്കുക. അവരവരുടേതായിട്ടുള്ള കാര്യം ചെയ്യാൻ അവര് റിസർച്ച് ചെയ്ത് 1 മില്യൺ വ്യൂസ് ഒക്കെ കിട്ടുന്ന വീഡിയോ ഉള്ള ഒരു യൂട്യൂബര് വളരെ കഷ്ടപ്പെട്ടിട്ടാണ് അവര് ഈ വീഡിയോ ഒക്കെ ഉണ്ടാക്കുന്നത്. ഞാനൊക്കെ ചെയ്യുന്ന പോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുന്ന പോലെയല്ല. അവർ കുറേയധികം സമയമെടുത്ത് കണ്ടന്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് അവരുടേതായിട്ടുള്ള റിസർച്ചുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് അവർ ചെയ്യുന്നത്.
ആ വീഡിയോസിന്റെ ഇടയ്ക്ക് ഒരു ചെറിയൊരു ന്യൂസിന്റെ ഇതൊക്കെ കണ്ടന്റ് ഒക്കെ വന്നിട്ടുണ്ടാവും. നിങ്ങൾ അതൊന്ന് ക്ഷമിക്കുക. ഇത് ക്ഷമിക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് ലോകത്ത് പല പ്രശ്നങ്ങളും ഉണ്ടാകും. ഇപ്പൊ ANI നിങ്ങൾ ചെയ്തിട്ടുള്ള ന്യൂസുകളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ പല വീഡിയോസും പുറത്തുനിന്ന് അവരുടെ പെർമിഷൻ ഇല്ലാണ്ട് നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടാവും. ഇപ്പൊ ആളുകളെല്ലാവരും ഇപ്പൊ നിങ്ങൾ ചെയ്യുന്ന വീഡിയോസൊക്കെ അവർ കൂടുതൽ ശ്രദ്ധിച്ച് അവരിങ്ങനെ സ്ട്രൈക്ക് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്കും സ്ട്രൈക്ക് കിട്ടും. 1 മില്യൺ നിങ്ങൾക്കും യൂട്യൂബ് ചാനലുണ്ട്. 1 മില്യൺ ആളുകൾ അല്ലെങ്കിൽ ഒരു 1000-2000 പേരൊക്കെ നിങ്ങൾ കുത്തിയിരുന്ന് നിങ്ങളുടെ വീഡിയോസിനെയും സ്ട്രൈക്ക് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ യൂട്യൂബ് ചാനലും ഇതുപോലെ പൂട്ടിപ്പോകും. നിങ്ങളും ഇതുപോലെ ആലോചിക്കണം. ഓരോ നിങ്ങൾ പറയുന്നത് എന്താണോ അത് ശരിയാവണമെന്നില്ല. നിങ്ങൾ പറയുന്നത് ശരിയാണെങ്കിൽ ആളുകൾ നിങ്ങളെ കൂടെ നിൽക്കും. നിങ്ങൾ പറയുന്നത് തെറ്റാണെങ്കിൽ ആളുകൾ നിങ്ങളുടെ കൂടെ നിൽക്കില്ല. അത് മാത്രം ആലോചിക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തിയാണ്.